വാപ്പമാർ ഉമ്മമാർ രോഗികളായ മക്കൾ ഇവിടെയുണ്ട്. ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. സമയത്ത് ഓരോരുത്തരിലും ആയിരക്കണക്കിന് ഉദ്ദേശങ്ങൾ മനസ്സുകളിൽ ഉണ്ട്. റഹ്മാനെ 1500 1600 1600 1900 ಬೈಂದೂರು ತಾಲೂಕಿನ ಇತಿಹಾಸ ಪ್ರಸಿದ್ಧ ಹೇರೂರು ಖ್ವಾಜಾ ಬುಡನ್ ಶಾ ವಲಿಯುಲ್ಲಾ ದರ್ಗಾದಲ್ಲಿ ಇಂದು ಭಕ್ತಿ ಭಾವದಿಂದ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮ ನೆರವೇರಿತು. ಈ ಸಂದರ್ಭದಲ್ಲಿ ನೂರಾರು ಭಕ್ತರು ದರ್ಗಾಕ್ಕೆ ಭೇಟಿ ನೀಡಿ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸಿದರು. ವಿಶೇಷ ಧಾರ್ಮಿಕ ವಿಧಿವಿಧಾನಗಳು, ಚಾದರ್ ಸಮರ್ಪಣೆ, ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸಗಳು ನಡೆದವು. لا إله إلا الله 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 لا إله. ലിസ്റ്റ് തന്നെ നൂറുകണക്കിന് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ സലാത്തിന്റെ മജ്ലിസിൽ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ ഞാൻ വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു തന്നെ കുറെ ആളുകൾ വിളിച്ചു പറയാറുണ്ട്, ഉസ്താദേ കഴിഞ്ഞ മാസം പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. ഈ മഹാന്റെ ഹദറത്തിൽ ഞങ്ങൾ വരുന്ന സമയത്ത് റബ്ബേ ഓരോരുത്തരിലും ആയിരക്കണക്കിന് ഉദ്ദേശങ്ങൾ മനസ്സുകളിൽ ഉണ്ട്. റഹ്മാനെ നേർച്ച വെക്കുമ്പോൾ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. റഹ്മാനെ ಪ್ರಶ್ನೆಗಳಿಗೆ ಪರಿಹಾರಗಳು കിട്ടണം. ದರ್ಗಾದಲ್ಲಿ ಭಕ್ತರು ನೀಡಿದ ಕಾಣಿಕೆಗಳನ್ನ ಏಲಂ ಮಾಡುವುದು ಹಳೆಯ ಪರಂಪರೆಯಾಗಿದೆ. ಭಕ್ತರು ಕೋಳಿ, ಅಕ್ಕಿ, ಕುರಿ, ತೆಂಗಿನಕಾಯಿ, ಬೆಲ್ಲ, ಸಕ್ಕರೆ ಸೇರಿದಂತೆ ವಿವಿಧ ಕಾಣಿಕೆಗಳನ್ನ ಅರ್ಪಿಸಿದರು. അപ്പൊ ക്യാഷ് പെട്ടെന്ന് ഇന്നും നാളെ കൊടുക്കാൻ പറ്റുന്നവർ വിളിക്കണമെന്ന് കമ്മിറ്റിക്കാരുടെ 8500 9000 10000 10500 11 500 12 അതു ചിത്തൂർ 12 എത്തി. അതിലൊന്നും തരില്ല, വേഗം കഴിക്കി. 12 ഒരേ ആശരഫ് എന്താറുള്ളിൽ വിളിക്കും. 1500 1500 1100 1100 1150 1200 1250 1300 1300 1350 1350 4350 1400 1400 1450 1500 1550 1600 1650 1650 1700 1850 ಕಟ್ಲ ಹೋಗೋದಲ್ಲ. ವಿಶೇಷವಾಗಿ ಮುಸ್ಲಿಂ ಸಮುದಾಯದೊಂದಿಗೆ ಎಲ್ಲ ಧರ್ಮಗಳ ಜನರು ಕೂಡ ಕಾಣಿಕೆಗಳನ್ನು ನೀಡುವುದರ ಮೂಲಕ ಧಾರ್ಮಿಕ ಸೌಹಾರ್ದತೆ ಹಾಗೂ ಸಹಬಾಳ್ವೆಯ ಸಂದೇಶವನ್ನು ಹಂಚಿಕೊಂಡರು. ಭಕ್ತರಿಗೆ ಅನ್ನ ಸಂತರ್ಪಣೆ ವ್ಯವಸ್ಥೆಯೂ ಮಾಡಲಾಗಿದ್ದು ಭಕ್ತಿ ಭಾವನೆ ಮತ್ತು ಸೌಹಾರ್ದತೆಯಿಂದ
ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಯಾಗಿ ನೆರವೇರಿತು. 800 800 800 900 ಸಲಾಂ ಬಾಯ್ ಚಿತ್ತೂರು 900 ಆಯ್ತು ಮುನ್ನೂರು ಯಾರು ವಿಷಯ ಇದು ಊರು ಕೋಳಿ. ಆಯ್ತು 100 ಆಯ್ತು 150 ಆಯ್ತು 200 ಆಯ್ತು 200 ಆಯ್ತು 300 ಆಯ್ತು 300 ಆಯ್ತು 100 ಬತ್ತ ಚಿತ್ತೂರು ಸನ 100 ಆಯ್ತೆ. നാളെ ആമീത് കടയിൽ ചേർത്ത് നക്കെ പേര് ഇതൊന്നാവാം. അപ്പൊ അവര് നാളെ എങ്ങനെ ചെല്ലുവോ ഞങ്ങൾ തൂക്കുവാങ്ങി. ഒരു പച്ചേരിയുണ്ട് ഞങ്ങള് അക്കരെ ഇക്കുമാൽ സുലൈമാൻ ജനറോടെ വരി വടക്കര സുലൈമാൻ ഇക്കുമാൽ ജനറോടെ വരി. എന്താണ് മഹാന്മാർ എന്ന വിഷയം ഇനി ഇവിടെ ഒരു വഴല് പറയേണ്ടയോ പ്രഭാഷണം നടത്തേണ്ട ആവശ്യം ഇല്ല. കാരണം ഇന്നലെ ഇവിടെ നമ്മുടെ മാസിക സ്വലാത്തിൻ്റെ വാർഷികത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഗുരുവാനിക്കര തങ്ങൾ വരുന്ന വഴിയിൽ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ സാധത്തങ്ങൾ എല്ലാവരും പറയും ഗുരുവാനിക്കര തങ്ങൾ വേണ്ടതുപോലെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ലോണം പ്രതിപാദിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, പരിശുദ്ധ പരിഭാവനമായ ഖുർആനിലെ പരിശുദ്ധമായ ആയത്തു ഷരീഫുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ദർബാറിലേക്ക് ഇമവെട്ടി കൺപോള ചിമ്മി തുറക്കുന്നതിൻ്റെ ആ സെക്കൻഡുകൾക്കിടയിൽ ജിന്നുകളുടെ നേതാക്കൾക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത അതിനേക്കാൾ സ്പീഡിൽ ആ സദസ്സിലിരുന്ന ആ മഹാനായ ഒരു വലിയ എത്തിച്ച ചരിത്രം നമുക്ക് പലവട്ടം കേട്ട് കഴിഞ്ഞവരാണ്. ആ ചരിത്രം പ്രിയപ്പെട്ട ഫാദിൽ ഉസ്താദ് നമ്മെ ഓർമ്മിപ്പിച്ചു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നാമൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. 11 മക്കളുടെ ബാപ്പയാണ്.
മഹാനായ യൂസുഫ് നബി അതല്ലെങ്കിൽ അകറ്റപ്പെട്ടു. നമുക്ക് ചരിത്രങ്ങൾ എപ്പോഴും കേട്ടതാണ്. ആ ചരിത്രത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ വീട്ടിൽ എത്തിപ്പെടുകയും പിന്നീട് ആ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ വലിയ മഹാനായ നബിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. മക്കൾ ഒന്നുകൊണ്ട് ഈ ಇಂದಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅಸಯ್ಯದ್ ಜಾಫರ್ ಅಸ್ವಾಕಾಫ್ ತಂಗಳ್ ಕೋಟೇಶ್ವರ ಹಾಗೂ ಉಪನ್ಯಾಸಕರಾಗಿ ಅಬ್ದುಲ್ ಲತೀಫ್ ಪಾಳಿಲಿಯವರು ಉಪಸ್ಥಿತರಿದ್ದರು.